ഇന്നല്ലാഹ ലാ യഹ്ദീ മൻ ഹുവ കാദിബുൻ കഫാർ. പറഞ്ഞ തന്നെ നുണ പറയുന്ന ആളുകൾ, നന്ദികേട് ചെയ്യുന്ന ആളുകൾ, ഇവർക്കും ഹിദായത്ത് അല്ലാഹു നിഷേധിക്കും. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല വയഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് കിട്ടുള്ളൂ, ഇവർക്കൊന്നും അല്ലാഹു ഉദ്ദേശിക്കുന്നില്ല. ഇന്നല്ലാഹ ലാ യഹ്ദീ മൻ ഹുവ കാദിബുൻ കഫാർ. നുണ പറയുന്ന ആളുകൾക്ക് അല്ലാഹു ഹിദായത്ത് കൊടുക്കുന്നില്ല. നുണ പറയുന്നത് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നുണ പറയാന്ന് മാത്രമല്ല, നുണ എഴുതി വെക്കുന്നതും ഒരുപോലെയാണ്. ഏതൊരു കാര്യം പറയാൻ പറ്റില്ലയോ അത് എഴുതി വെക്കുന്നത്, രേഖയുണ്ടാക്കുന്നത് നുണ തന്നെയാണ്. ഏതെന്ന് പറയുന്നത് കളവാണോ അത് എഴുതുന്നതും കളവ് തന്നെയാണ്. അത് ടെക്സ്റ്റ് ചെയ്യുന്നതും കളവാണ്. അത് എങ്ങനെ നമ്മൾ ഒരാളിലേക്ക് കൺവേ ചെയ്യുന്നുണ്ടോ അതൊക്കെ കളവ് തന്നെയാണ്. കളവുകൾ സൂക്ഷിക്കണം. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുഅ്മിനായ മനുഷ്യനിൽ കളവ് വരാൻ പാടില്ല. അത് ഭയങ്കര കുറ്റകരമാണ്. കളവ് മുഅ്മിനായ മനുഷ്യന് വരൂല എന്നാണ്. മുഅ്മിൻ എന്തോ ആകട്ടെ, പക്ഷേ മുഅ്മിനായ മനുഷ്യൻ ലാ യകൂനു കാദിബ, അവൻ നുണ പറയുന്നവനാകില്ല എന്നാണ്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നഹ്ലിൽ ഒരു കാര്യം കൂടെ പറയുന്നു, ഇന്നല്ലദീന ലാ യുഅ്മിനൂന ബിആയാതില്ലാഹി ലാ യഹ്ദീഹിമുല്ലാഹ്. ഇന്നല്ലദീന ലാ യുഅ്മിനൂന ബിആയാതില്ലാഹ്, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വാസമില്ലാത്ത ഒരു മനുഷ്യൻ അല്ലാഹു തആല ഹിദായത്ത് നൽകുന്നില്ല. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വാസമില്ലാത്തവൻ, ആയാത്തി എന്ന് പ്രത്യക്ഷമായി എടുത്താൽ ഖുർആനിന്റെ എല്ലാ സൂക്തങ്ങളും ദൃഷ്ടാന്തങ്ങളാണ്, ആയത്തുകളാണ്. അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ ഞാൻ വിശ്വസിക്കൂല, അള്ളാഹുവിന്റെ നിയമം അത് എനിക്ക് ബാധകമല്ല, അള്ളാഹുവിന്റെ നിയമങ്ങൾ അത് എന്നെ ബാധിക്കുന്നില്ല, ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഹിദായത്ത് നിഷേധിക്കുന്നു. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നഹ്ലിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അങ്ങനെ അല്ലാഹു തആല ആർക്ക് നൽകുന്നു ആർക്ക് നൽകുന്നില്ല എന്ന് വ്യക്തമാക്കി പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. ഇത്തരം ആളുകൾ നമ്മളിവിടെ ചർച്ച ചെയ്തത് ഹിദായത്ത് നിഷേധിക്കപ്പെടുന്നവരാണ്. അത് നമ്മൾ സൂക്ഷിക്കുക. അല്ലാഹു തആല ഹിദായത്തിന്റെ കാരണങ്ങളും അതിന്റെ അടയാളങ്ങളുമായി പറഞ്ഞ ഒത്തിരി വിഷയങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അത് ജീവിതത്തിലേക്ക് പകർത്തുക. നമുക്ക് ഹിദായത്ത് അല്ലാഹു അടിയുറപ്പിച്ച് നിർത്തിത്തരുമാറാകട്ടെ. അടുത്ത ആയത്തിലേക്ക് പ്രവേശിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽഗുദുവ്വി വൽ ആസ്വാൽ റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വഇഖാമിസ് സ്വലാത്തി വഈതാഇസ് സകാത്ത് يخافون يوما تتقلب فيه القلوب والأبصار ليجزيهم الله أحسن ما عملوا ويزيدهم من فضله والله يرزق من يشاء بغير حساب. في بيوت ചില ഭവനങ്ങളിൽ, അല്ലാഹുവിന്റെ മസ്ജിദുകൾ എന്നാണ് അതിന്റെ ഉദ്ദേശം. ഭവനങ്ങളിൽ എന്ത്? അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് മസലു നൂരിഹി കമിസ്കാത്തിൻ ഫീഹാ മിസ്ബാഹ്. അല്ലാഹു ആകാശലോകങ്ങളുടെ പ്രകാശത്തിന്റെ ദാതാവാണ്. അല്ലാഹുവിന്റെ പ്രകാശത്തിന്റെ ഉദാഹരണം കമിസ്കാത്തിൻ, ഒരു വിളക്കുമാടം പോലെ. എന്നിട്ടെങ്ങനെ വിശദീകരിച്ചു? ഫീ ബുയൂത്തിൻ, ആ വിളക്കുമാടം വെച്ചത് എവിടെയാണ്? അല്ലാഹുവിന്റെ പള്ളികളിൽ, അല്ലാഹുവിന്റെ മസ്ജിദുകളിൽ. അതിനല്ലാഹ്, അല്ലാഹു തആല കൽപ്പിച്ചിരിക്കുന്നു. ശറഅ വഹകമ എന്നാണ് അവിടെ അതിന എന്ന വാക്കിനർത്ഥം. അല്ലാഹുവിന്റെ ഉത്തരവുണ്ട്. എന്ത്? അൻ തുർഫഅ, പള്ളികൾ ഉയർത്തി കെട്ടപ്പെടണം, പള്ളികൾ ഉയർത്തപ്പെടണം. വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്ത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബാലയത്തിന്റെ പടവുകൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന നേരം. അപ്പോൾ പള്ളി ഉയർന്ന കെട്ടിടങ്ങളാകണം എന്ന് ഇതിൽ സൂചനയുണ്ടെന്ന് ഉലമാ പഠിപ്പിക്കുന്നു. നമ്മുടെ ഇസ്ലാമിക ലോകത്ത് മിനാരങ്ങളുടെ ആ ഒരു കൺസെപ്റ്റ്, മിനാരങ്ങൾ എന്ന് പറയുന്നത് മനാറാത്ത്,
വിളക്കുമാടങ്ങളോ വെളിച്ചം നൽകപ്പെടുന്ന സ്ഥലങ്ങളോ മുഅദ്ദിനിന് കയറി നിന്ന് ഉറക്കെ വിളിച്ചു പറയാനുള്ള സ്ഥലങ്ങളോ ഒക്കെയാണ്. അതോടൊപ്പം തന്നെ ആ പള്ളിയുടെ റഫ്അ്, പള്ളി ഉയർന്നു വരിക എന്ന പള്ളിയുടെ ഒരു എടുപ്പിന്റെ ഉയർച്ച അതിലൂടെ കിട്ടുന്നുണ്ട്. മിനാരം ആ പള്ളിയുടെ ഭാഗമാണത്, അത് ഉയർന്നു കിടക്കുകയാണ്. അൻതുർഫ. അതുകൊണ്ട് നമ്മുടെ നാടുകളിലൊക്കെ നമ്മുടെ മഹല്ലുകളിലൊക്കെ അവിടുത്തെ ഏറ്റവും വലിയ വീട് അവിടുത്തെ പള്ളികളായിരുന്ന കാലം ഒക്കെ മാറിപ്പോ. ശരിക്കും അൻതുർഫ, പള്ളികളാണ് ഉയർത്തപ്പെടേണ്ടത്. പള്ളികൾ ഉയർത്തപ്പെടണം. ഇൻഷാ അല്ലാഹ് വഴിയെ വിഷയങ്ങൾ ചർച്ച വരുന്നുണ്ട്. പള്ളികൾ മൂടി പിടിക്കപ്പെടാൻ പറ്റുമോ, പള്ളികളിലേക്ക് ആർഭാടങ്ങൾ പറ്റുമോ, എന്തൊക്കെയാണ് അതിന്റെ മസാലകൾ എന്നൊക്കെ ഇൻഷാ അല്ലാഹ് വഴിയെ നമുക്ക് ചർച്ച ചെയ്യാം. യുദ്കറ ഫീഹ ഇസ്മു, അവിടെ അല്ലാഹുവിന്റെ നാമം ഉയർത്തപ്പെടണം, സ്മരിക്കപ്പെടണം. യുസബ്ബിഹു ലഹു ഫീഹാ, അള്ളാഹുവിന്റെ തസ്ബീഹ് ചൊല്ലുന്നുണ്ട് അവിടെ. തസ്ബീഹ്, ഖുർആനിലെ തസ്ബീഹിന്റെ അർത്ഥം അസ്സലാ, നിസ്കാരമാണെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അവരുടെ ഇവിടുത്തെ പ്രബലമായ അഭിപ്രായം അതാണ്. അവിടെ നിസ്കരിക്കുന്നുണ്ട് ബിൽ വുദുവി, രാവിലെ, വൽ ആസാലി, വൈകുന്നേരങ്ങളിലും. പ്രഭാതത്തിലും പ്രദോഷത്തിലും എന്നല്ല പ്രയോഗം, പ്രഭാതത്തിലും പ്രദോഷങ്ങളിലും. വുദുവ് എന്നത് സിംഗുലറാണ്, മുഫ്രദാണ്, ഒന്ന് പ്രഭാതം. ആസ്വാൽ വൈകുന്നേരങ്ങൾ എന്നാണ്. മഹാനായ ഖുർത്തുബി റളിയല്ലാഹു അൻഹു ജാമിഉ അഹ്കാമിൽ ഖുർആനിൽ തഫ്സീർ ചെയ്തപ്പോൾ പറഞ്ഞു, 5 നേരത്തെ നിസ്കാരങ്ങൾ ഉൾക്കൊള്ളുന്ന സമയമാണ് ഈ പറയുന്നത്. പ്രഭാതം ഒന്നേ പറഞ്ഞുള്ളൂ, പ്രഭാത നിസ്കാരം ഒന്നേ ഉള്ളൂ, സുബഹി നിസ്കാരം. വൽ ആസ്വാൽ, പിന്നെ വൈകുന്നേരങ്ങളാണ്. വൈകുന്നേരങ്ങളിൽ വരുന്ന പകലിൽ ബാധിക്കുന്ന 2 ളുഹർ അസർ, അതിന്റെ ഈവനിങ്ങിൽ ബാധിക്കുന്ന 2 മഗ്രിബ് ഇശ, ഈ 4 വരുന്നത് ആസ്വാൽ എന്ന് പറഞ്ഞ ബഹുവചനത്തിന്റെ ഉള്ളിലാണ്. അപ്പോ നിസ്കാരം നിലനിർത്തുന്നവർ, തസ്ബീഹ് ചൊല്ലുക, ദിക്റ് ചൊല്ലുക എന്നൊക്കെ അവിടെ അർത്ഥമുണ്ട്. പക്ഷെ ഇവിടുത്തെ ഏറ്റവും പ്രബലമായ അർത്ഥം അവിടെ നിസ്കാരം നിലനിർത്തുന്നു രാവിലെയും വൈകുന്നേരങ്ങളിലും. റിജാലുൻ, ചില പുരുഷന്മാർ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഅ, കച്ചവടമോ, തിജാറത്ത് എന്ന് പറഞ്ഞാൽ തന്നെ കച്ചവടം, അതിൽപ്പെട്ടു ബൈഉം ഷിറാഉം നടക്കുമ്പോഴാണ് തിജാറത്താവുക. ബൈഅ എന്ന് പറഞ്ഞാൽ വിൽക്കുക, ബാഅ യബീഉ ബൈഅൻ, വിൽക്കുക അല്ലേ. ഷറാ യശ്രി, ഇഷ്തറാ യശ്തരി, വാങ്ങിക്കുക. ഷിറാഉം ബൈഉം നടക്കുമ്പോഴാണ് കച്ചവടം ഉണ്ടാവുക. പക്ഷേ അല്ലാഹു തആല പറഞ്ഞു, കച്ചവടവും വലാ ബൈഉൻ, ഒരു തരത്തിലുള്ള വിൽപ്പനയും അവരെ തടസ്സപ്പെടുത്തില്ല. അൻ ദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്റിൽ നിന്ന്. പള്ളിയിൽ വരുമ്പോ തടസ്സം വരൂല എന്നാണോ അതിന്റെ അർത്ഥം? അതല്ല, ഇവർ കച്ചവടക്കാരാണ്. പക്ഷേ അവരുടെ കച്ചവടങ്ങളിൽ അവർ അള്ളാഹുവിനെ ഓർക്കുന്നവരാണ്. വിൽക്കുമ്പോ അള്ളാഹിനെ ഓർക്കുന്നവരാണ്, വാങ്ങിക്കുമ്പോ അള്ളാഹുവിനെ ഓർക്കുന്നവരാണ്, ബിസിനസ് ചെയ്യുമ്പോ അള്ളാഹുവിനെ ഓർക്കുന്ന കച്ചവടക്കാർ. അത്തരം ആളുകൾ കയറിയിരിക്കുന്ന പള്ളി. സുബ്ഹാനല്ലാഹ്. അപ്പോ കച്ചവടക്കാരെ സംബന്ധിച്ചുള്ള ഒരു ഇത് അവരെ തന്നെ പറ്റിയാണെന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ബാങ്ക് കൊടുക്കുമ്പോ കച്ചവടം നിർത്തിവെച്ചിട്ട് നിസ്കരിക്കാൻ പോകുന്ന കച്ചവടക്കാരെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. ഖുർആനിൽ ഓരോ ആളുകൾക്ക് എടുക്കാനും ഖുർആനിൽ ഓരോ ഭാഗം അള്ളാഹു കൊടുത്തിട്ടുണ്ട്. പെണ്ണുങ്ങൾക്ക് ഒരുപാട് മസലകൾ, അവർക്ക് കിട്ടുന്ന ഒരുപാട് പ്രതിഫലം. ശുഹദാഇന് അങ്ങനെ, കുട്ടികൾക്ക് അങ്ങനെ, യതീമുകൾക്ക് അങ്ങനെ, കച്ചവടക്കാർക്ക്, അമ്പിയാക്കന്മാർക്ക്, ശുഹദാഇന്, ഔലിയാഇന്, മുസല്ലീൻ, സകാത്ത് കൊടുക്കുന്നവർക്ക്, സദഖ ചെയ്യുന്നവർക്ക്, ഹജ്ജിന് പോകുന്നവർക്ക്, അള്ളാഹുവിന്റെ മശായിറുകളെ ബഹുമാനിക്കുന്നവർക്ക്, ഓരോരുത്തർക്കും ഓഹരി കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്നത് കച്ചവടക്കാർക്കുള്ള ഭാഗമാണ്. അള്ളാഹുവിന് കച്ചവടങ്ങൾ തടസ്സമാകാതെ അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി വരുന്നവർ, കച്ചവടങ്ങളിൽ അള്ളാഹുവിനെ ഓർക്കുന്നവർ. സകാത്ത് കൊടുക്കാനും നിസ്കാരം നിലനിർത്താനും അവർക്ക് ഒന്നും തടസ്സമല്ല, അവരുടെ കച്ചവടമോ വിൽപ്പനയോ. യഖാഫൂന യൗമൻ, ഒരു ദിവസത്തെക്കുറിച്ച് അവർ പേടിയിലാണ്. തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, ആ ദിവസം ഹൃദയങ്ങളും കണ്ണുകളും കീഴ്മേൽ മറിയുന്ന ദിവസമാണ്, വെപ്രാളപ്പെടുന്ന ദിവസമാണ്. മനുഷ്യൻ പേടിക്കുന്ന ഒരു ദിവസം വരാനുണ്ട് എന്ന് ചിന്തിച്ച് അള്ളാഹുവിന്റെ സ്മരണയിൽ കഴിഞ്ഞുകൂടുന്ന ചില ആളുകൾ, അവർ വന്നിരിക്കുന്ന പള്ളികൾ, ആ പള്ളികളിൽ കത്തിക്കപ്പെടുന്ന വിളക്കുമാടം പോലെയാണ്. നൂറുൻ അലാ നൂർ, പ്രകാശത്തിനുമേൽ പ്രകാശമെന്ന അള്ളാഹുവിന്റെ ഹിദായത്തിന്റെ ഉദാഹരണം ആ ആയത്തുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു